ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ബേസിക്കലി ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഹാർട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ്. 2 തവണ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈപ്പാസിന് ഹാർട്ടിന്റെ ഡിസീസിന് 2015 വഴി മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. 2017 എന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞത്. 2017 ഒക്ടോബർ 6 ആയിരുന്നു. അതിനു മുമ്പ് ഇതിനു വേണ്ടി മെഡിസിൻ കഴിക്കുമ്പോൾ എറണാകുളത്ത് ആശ്രമ മെഡിസിറ്റിയിൽ നിന്നാണ് മെഡിസിൻ കഴിച്ചത്. അവിടെ നിന്ന് മെഡിസിൻ കഴിക്കുമ്പോൾ എന്റെ ക്രിയാറ്റിന്റെ ലെവൽ 3.8 എത്തിയിരുന്നു. 3.8 നിന്ന് ആ ക്രിയാറ്റിൻ ബൈപ്പാസ് സർജറി ചെയ്യണ അന്നും 3.8 ബൈപ്പാസ് സർജറിക്ക് ശേഷവും 6 വർഷക്കാലം 3.8 തന്നെയായിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മരുന്നുകളും കഴിക്കുന്നുണ്ടായിരുന്നു. ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വിലക്കൂടി മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലാണ് എനിക്ക് മറ്റൊരു അസുഖം കൂടി ബൈപ്പാസിന് ശേഷം വന്നത്. ഞാൻ ഈ പറഞ്ഞ പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ സയാറ്റിക്ക ഞരമ്പ് ബ്ലോക്ക് ആവുന്ന കാലിന്റെ വലത് തുടയിലേക്ക് പോകുന്ന, നട്ടലിൽ നിന്ന് വലത് തുടയിലേക്ക് പോകുന്ന നമ്മളുടെ ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ ഈ വാതിൽക്ക് വന്ന് നിന്നാൽ പോലും ഇവിടം വരെ ഞാൻ നടന്നെത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 1 കിലോമീറ്റർ ബസ് യാത്ര വേണമെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം. സ്വന്തമായിട്ട് 100 മീറ്റർ നടക്കണമെങ്കിൽ ആ 100 മീറ്റർ നടക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഇരിക്കേണ്ട ഒരു സാഹചര്യം. വീട്ടിൽ നിന്നൊരു പാല് എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, പാല് വാങ്ങാൻ 220 മീറ്റർ നടക്കാൻ വേണ്ടി 2 സ്റ്റെപ്പിൽ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ബൈപ്പാസിന്റെ മരുന്നിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ബൈപ്പാസ് എന്ന് പറഞ്ഞ അസുഖം അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഡിസീസിന് വേണ്ടി അത് രോഗം മാറട്ടെ, അതിലൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയല്ല ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചത്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ഈ അസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് 3 പ്രശസ്തമായ ആശുപത്രികളിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാലക്കുടിക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അമൃത ഹോസ്പിറ്റല്, സൺറൈസ് ഹോസ്പിറ്റല്, ലൂർദ് ഹോസ്പിറ്റല്, 3 ഹോസ്പിറ്റലിൽ പോയി MRI ചെയ്തു. അവരെല്ലാം പറഞ്ഞ് നട്ടലിന്റെ സർജറി ചെയ്യണം, സർജറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കിടന്നു പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ എനിക്കൊരു നട്ടലിന്റെ സർജറിയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തില് ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിൽ, എന്റെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത ടൗണായ പെരുമ്പാവൂരില് ന്യൂറോളജിസ്റ്റിനെ കണ്ട് സർജനെ ഞാൻ എന്റെ MRI കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് മരുന്നുകളിലൂടെ നമുക്ക് ഈ രോഗം ഒന്ന് ചികിത്സിക്കാം, ദീർഘകാലം മരുന്ന് കഴിക്കണം, അത്യാവശ്യം ചികിത്സാ ചെലവ് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട് ചെറിയൊരു പൈസയൊക്കെ ഔട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫാർമസിയിൽ ആദ്യത്തെ OP കൺസൾട്ടേഷൻ കഴിഞ്ഞു, ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം മരുന്ന് മേടിക്കാൻ ഫാർമസിയിൽ ചെന്ന് ബില്ലടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ മാസം എന്റെ കണക്കുകൊണ്ട് 10,000 രൂപയുടെ മരുന്ന് വരും എന്നായിരുന്നു. പക്ഷെ 14,632 രൂപയുടെ മരുന്നാണ് ഒരു മാസം മേടിക്കേണ്ടി വന്നു. 9 മാസം ഞാൻ തുടർച്ചയായിട്ട് ആ മരുന്ന് കഴിച്ചു. ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടി, നടക്കാൻ വേണ്ടിയിട്ട്, 1 മിനിറ്റ് തേച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, നേരെ നിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ആ മരുന്ന് കഴിച്ചല്ലാതെ എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല. അത്രയും കാശ് പോയെന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ എവിടെയെങ്കിലും ഒരു സീറ്റിൽ ഇരുന്നാൽ എന്റെ വലത് കാലിന്റെ കാല് മുട്ടിന് താഴെ എനിക്ക് വളയില്ലായിരുന്നു. വളയാത്ത കാലുള്ള ഒരു വ്യക്തിയായിരുന്നു. ബാക്ക് പെയിൻ ഭയങ്കരമായ ബാക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഷേവ് ചെയ്യാൻ കഴിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ 1.5 മിനിറ്റ് സമയം ഇങ്ങനെ കൊച്ചു പിടിക്കുമായിരുന്നു. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരൊറ്റ ദിവസം പോലും കാലിന് മസിൽ കയറാതെ ഒരു ദിവസം പോലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. കൊണ്ടേ കയറാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ, നമ്മുടെ കാലിന്റെ പുറകിൽ ഒരിക്കൽ പോലും നമുക്ക് കിടന്നുറങ്ങാൻ ഒരു ദിവസം പോലും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു. ആ സമയത്താണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്നോട് ഒരാൾ പറഞ്ഞത്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല, ഇങ്ങനെയുള്ള ഈ പ്രൊഡക്റ്റ് ഒക്കെ രാജ്യത്തുണ്ടോ. അപ്പൊ അവർ പറഞ്ഞു ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള പ്രൊഡക്റ്റ് ആണ്. ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ്, ഗുജറാത്ത് സ്വദേശിയായ, മഹാരാഷ്ട്രയിൽ സെറ്റിൽ ചെയ്ത വ്യക്തിയാണ്. 19 വർഷത്തെ നിരന്തര ഗവേഷണങ്ങളുടെ ഫലമായി കണ്ടെത്തിയ പ്രൊഡക്റ്റാണ്. 2008 ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയാണ്, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയാണ്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ്. ഇവിടെ പല VVIPകൾ ഉപയോഗിക്കുന്നതാണ്. കേന്ദ്രമന്ത്രിമാരുടെ പടം എന്നെ കാണിച്ചു, ഇവരൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമില്ലാതെ തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അവരെന്റെ കാലിന് ഈ റിസൾട്ടിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അവരെന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്, കാലിന് ഇത്ര ബുദ്ധിമുട്ടുള്ള ആള് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഇതിനകത്ത് 4-5 തരം പ്രൊഡക്റ്റുകൾ എന്നെ പരിചയപ്പെടുത്തി തന്നു. ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ വാട്ടർ എനർജി പാഡ്, ഇതിനകത്തുള്ള കുപ്പിയിൽ ചുറ്റി വയ്ക്കുന്ന വാട്ടർ എനർജി പാഡ് മുട്ടിന് താഴെ ഒന്ന് കെട്ടിവെക്കി, അവിടുത്തെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആ അസുഖത്തിന് വേണ്ടിയിട്ടൊന്ന് കെട്ടിവെക്കി, കാലിന് വേണ്ടിയിട്ടൊന്ന് കെട്ടിവെക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. ഏകദേശം 2:30 മണിക്ക് വീട്ടിൽ വന്ന് ഉച്ച സമയത്താണ് ഞാൻ ഇത് കെട്ടിവെച്ചു. 40 മിനിറ്റ് ആവുന്നതിന് മുമ്പ് എന്റെ കാലിന് താഴെ ഭയങ്കരമായ പൊള്ളൽ പുകച്ചിൽ പോലെ എനിക്ക് തോന്നി. ചെറിയ പുകച്ചിൽ പേടി, എനിക്ക് ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥ വന്നു. ഞാൻ അപ്പം തന്നെ പ്രൊഡക്റ്റ് അഴിച്ചു വെച്ചു. തന്നയാളെ വിളിച്ചു, എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണ്ട, തിരിച്ചു കൊണ്ടുപോക്കി, എന്റെ കാല് കൊള്ളുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്കിത് മനസ്സിലായില്ല. അവരപ്പം തന്നെ അവരുടെ സീനിയറെ വിളിച്ചു. ആ സീനിയർ എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, സാർ അത് എങ്ങനെയാണെങ്കിൽ സാറിനത് റിസൾട്ട് ആയിരിക്കും, ശരീരത്തിൽ ബ്ലഡിൽ അയൺ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് എന്നോട് അദ്ദേഹം പറയാണ്.
അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്റെ HP 16.8 അയൺ കണ്ടന്റ് കൂടുതലുണ്ടാവും. നോർമൽ കണ്ടീഷനിൽ എല്ലാവരും 4.21 ഗ്രാം അയൺ കണ്ടന്റ് നമ്മുടെ ബ്ലഡിലുണ്ട്. നമുക്കറിയാം പ്ലാസ്മയിലുള്ള ബ്ലഡില് പ്ലാസ്മയിൽ ഹീമോ എന്ന് പറയുന്ന അയൺ കണ്ടന്റ്, ആ അയൺ കണ്ടന്റ് മിനിമം 4.21 ഗ്രാം ഉണ്ടാവണം. സാധാരണ രീതിയിൽ ചില ഏറ്റക്കുറച്ചിലുണ്ടാവും. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളോട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവരെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം, അവർക്ക് അയൺ കണ്ടന്റ് കുറവുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാൻ അല്പം താമസമുണ്ടാവും, പക്ഷെ റിസൾട്ട് കിട്ടും. അപ്പൊ എനിക്കത് മനസ്സിലായി, എനിക്ക് അയൺ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് റിസൾട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ, സാർ ഇത്രയും മെഡിസിനൊക്കെ കഴിച്ച ആളായതുകൊണ്ട് ചിലപ്പോൾ നാളെ രാവിലെ ഒരു ലൂസ് മോഷൻ ഉണ്ടാവാൻ, ചെറിയൊരു ലൂസ് മോഷൻ ഉണ്ടാവും, ചിലപ്പോൾ മേലുവേദന വരാം, പനി വരാം, സാർ പേടിക്കേണ്ട, ഇത് അതിന്റെ റിസൾട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കാര്യം അവർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. രണ്ടാമത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം എനിക്ക് ലൂസ് മോഷൻ ഉണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ റിസൾട്ട് തന്നെയാണ്. എന്നാൽ എനിക്ക് പനിയോ മേലുവേദനയോ ഉണ്ടായില്ല. 2 ദിവസം ലൂസ് മോഷൻ നിലനിന്ന് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതൊന്നും മരുന്നൊന്നും കഴിക്കേണ്ട, ആയുർവേദ ആശുപത്രിയിൽ പോയി നിങ്ങൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലസുധ എന്ന് നമ്മളെ വയറിളക്കുന്നത് പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടമാനം മെഡിസിൻസ്, ജീവിതകാലത്ത് ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ടുള്ളവരുടെ ടോക്സിൻസ് ഡീടോക്സിഫിക്കേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ പെട്ടെന്ന് വയറിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു അവസ്ഥയാണ് ലൂസ് മോഷൻ എന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ടാണ്. എനിക്ക് അവിടെ നിന്ന് മുതലാണ് പ്രൊഡക്റ്റിലേക്ക് വിശ്വാസം വന്നത്. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഞാൻ പറഞ്ഞു, നടക്കുമ്പോൾ കാല് മലയ്ക്കും, കാരണം 100 മീറ്റർ നടക്കുന്നതിന് മുമ്പ് വലത് കാലം മലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാനിത് ഞാൻ പാല് മേടിക്കാനൊക്കെ പോയിക്കൊണ്ട് നടന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലേക്ക് എത്താൻ പറ്റി. 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതോടൊപ്പം തന്നെ 1 മിനിറ്റ് തികച്ചു നിൽക്കുമ്പോൾ എനിക്ക് കാല് ഞാൻ എന്റെ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ആ കറി കടുക് എപ്പോഴും പറയാനുള്ള ഉദാഹരണം തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നുണയല്ല പറയുന്നത്, അതുകൊണ്ടാണ് അതേ ഉദാഹരണം ഞാൻ എന്നും പറയുന്നത്. കറിയൊക്കെ കടുക് വറക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി മുളക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആ സമയത്തിനുള്ളിൽ പോയിരുന്നുള്ള അല്ലെങ്കിൽ എന്റെ കാല് മരയിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പൊ എനിക്ക് അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മാറി വന്നു, ആ ബുദ്ധിമുട്ട് നിന്നു. കാലെന്റെ മടങ്ങില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാല് മടക്കി തേക്കാൻ ഒരിക്കലും മടങ്ങില്ലാത്ത കാല് ഓട്ടോമാറ്റിക്കായിട്ട് 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ആ കാലിന് മടക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് എനിക്കത് മാറി. സിവിയറായി ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് കുറവ് കിട്ടി. അതോടൊപ്പം എന്റെ കൈകളൊന്നും നല്ല രീതിയിൽ വഴങ്ങില്ലായിരുന്നു. കാലുകളിൽ ഞരമ്പെടുത്തിട്ടുണ്ട്, ബൈപ്പാസിന് 2 കാലിൽ നിന്ന് ഞരമ്പെടുത്തിട്ടുണ്ട്. കൈക്കൊട്ടും വഴക്കമില്ലാത്ത ഒരാളായിരുന്നു. പുറകിലേക്കൊന്നും കൈ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ അത് ഞരമ്പുകളുടെ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എങ്കിൽ പോലും ആ വഴക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുവിധം കഷണ്ടിയായിരുന്നു ഞാനാണ്. അപ്പൊ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. കഷണ്ടിയിൽ നിന്നുള്ള മാറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നുമല്ല എന്റെ പ്രധാനപ്പെട്ട റിസൾട്ടിലേക്ക് ഞാൻ വരാം. അത്തരത്തിലുള്ള ഈ പറയുന്ന പരാധീനതകൾ മാറി നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. വീട്ടിലുള്ള എന്റെ അമ്മയ്ക്കൊക്കെ സന്തോഷമായി. കാരണം നടന്ന് വലിച്ചെത്തിച്ചുകൊണ്ടൊക്കെ ഞാൻ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. തളർന്ന് വീഴുന്ന അവസ്ഥയിലേക്ക് ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മറ്റൊരു കാര്യം, ഹാർട്ടിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹാർട്ടിന് അത്രയധികം മെഡിസിൻസ് കഴിക്കുന്നു. ഒരു മാസം മൊത്തം 18,000 രൂപയോളം മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 7 മാസം കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 4-ാം മാസം ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ക്രിയാറ്റിൻ 3.8 നിന്ന് 2.4 വന്നു. നിങ്ങൾ നോട്ട് ചെയ്യണം, 6 വർഷം മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ കഴിയാതിരുന്ന ക്രിയാറ്റിൻ 4-ാം മാസം 2.4. വീണ്ടും 7-ാം മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ക്രിയാറ്റിൻ നോർമൽ, 3.8 നിന്ന് നോർമൽ. അന്നാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പൂർണ്ണ തോതിൽ വിശ്വസിക്കുന്നത്. കാരണം ആധുനിക മെഡിക്കൽ സയൻസിന് മാറ്റിത്തരാൻ കഴിയാതിരുന്ന, എത്രയധികം മരുന്നുകൾ കഴിച്ചിട്ട് മാറ്റിത്തരാൻ കഴിയാതിരുന്ന ക്രിയാറ്റിൻ എനിക്ക് ഈ പറഞ്ഞ സമയം കൊണ്ട് മാറ്റാൻ പറ്റി. അത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ ഡോക്ടർ സാഗർ ജോഷി എന്ന വ്യക്തിയുടെ ഒരൊറ്റ കഴിവും ആ പ്രോഡക്റ്റ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപ്പോ അതിനകത്ത് 7 മാസം കൊണ്ട് ക്രിയാറ്റിൻ നോർമൽ ആയപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി എനിക്ക് ഹാർട്ട് മെഡിസിൻസ് ആവശ്യമില്ല. അന്ന് ഞാൻ അവസാനിപ്പിച്ചതാണ് ഹാർട്ടിന്റെ എല്ലാ മെഡിസിൻസും. അപ്പോ ബൈപ്പാസ് സർജറി ചെയ്യുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു സാധാരണ ലെവലിൽ ഒരു ഹാർട്ട് ഡിസീസ് വന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്ത് രോഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ജീവിതകാലം മുഴുവൻ ഒരു ഹാർട്ട് മെഡിസിൻ അവർക്ക് കഴിക്കേണ്ടി വരും. പക്ഷെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു മെഡിസിൻസും കഴിക്കാതെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹാർട്ടിന്റെ ഒരു മെഡിസിൻസും എനിക്കില്ല. ഇനി ഞാൻ പറയാം, മിനിഞ്ഞാന്നത്തെ എന്റെ റിസൾട്ട് പറയാം. മിനിഞ്ഞാന്ന് ഞാൻ എന്റെ എനിക്ക് ബി പി ഉണ്ടായിരുന്നു, ബി പിയുടെ ഗുളിക കഴിക്കുന്ന ആളായിരുന്നു. അന്ന് ബൈപ്പാസിന് മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഞാൻ മിനിഞ്ഞാന്ന് എന്റെ ബി പി നോക്കി 110/80. നഴ്സുമാരോട് ഇരിപ്പുണ്ട്, അവർക്കറിയാം 110/80 നോർമൽ. എന്റെ ക്രിയാറ്റിന്റെ റിസൾട്ട് പറയാം 1.1. ക്രിയാറ്റിൻ 1.1 ഇതാണ്.
അത്രയും റിസൾട്ട് എനിക്ക്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഷേവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 1.5 മിനിറ്റ് ഇങ്ങനെ നിൽക്കും, കഴുത്ത് പോഞ്ഞാടി ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ആ 1.5 മിനിറ്റിന് ശേഷം മാത്രമാണ് എനിക്ക് നോർമൽ പൊസിഷനിലേക്ക് വരാൻ കഴിയുകയുള്ളായിരുന്നു. അതേപോലെ മസിൽ കയറ്റം എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങി 3 വർഷം 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 29-ാം തീയതി വരുമ്പോൾ 3 വർഷം 2 മാസമാവും. ഇന്ന് വരെ എന്റെ കാലിന് ഈ മസിൽ കയറ്റുന്ന അസുഖം ഉണ്ടായില്ല എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഞാൻ എന്റെ വീട്ടിൽ പ്രൊഡക്റ്റ് കിടക്കുമ്പോഴല്ല, പുറമെ 2 സ്ഥലത്ത് വെച്ചാണ് എനിക്ക് ഒരു പ്രാവശ്യം വണ്ടി ബലമായിട്ട് ചരിഞ്ഞു പോയപ്പോൾ വണ്ടി പിടിച്ചിട്ട് ഇടത്തെ കാലിൽ ഒരു മസിൽ കയറ്റം ഉണ്ടായി. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കാല് വലിച്ചപ്പോഴും ഈ കാലിന് മസിൽ കയറ്റം ഉണ്ടായതല്ലാതെ എനിക്ക് ഇന്ന് വരെ മസിൽ കയറ്റം ഉണ്ടായി. ഇനി ഞാൻ എന്റെ അപ്പുറത്തേക്ക് കടന്നാൽ, എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം. അമ്മ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നവരുണ്ട്, എന്റെ അമ്മയെ കണ്ടിട്ടുള്ള പലരോട് ഇരിപ്പുണ്ട്. 101 വയസ്സിലാണ് എന്റെ അമ്മ മരിക്കുന്നത്. 100 വയസ്സിൽ 101-ാമത്തെ വയസ്സിലാണ് എന്റെ അമ്മ മരിക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസാണ്. നമ്മൾ അല്പം മുമ്പ് ഓമന മാഡം ഇവിടെ സംസാരിച്ചിരുന്നത് എർത്തല മനസ്സിനെ കുറിച്ച്. എന്റെ അമ്മ 101-ാമത്തെ വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട കാരണം ഈ എർത്തല മനസ്സാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ അമ്മ ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പിടാതെ നടന്നുകൊണ്ട് മാത്രമാണ് എന്റെ അമ്മയ്ക്ക് അത്രയും കാലം ആയുസ് കിട്ടിയത്. ആ അമ്മയ്ക്ക് ഉണ്ടായ അസുഖങ്ങൾ, അമ്മയുടെ കൈയും കാലും പൊട്ടി ഒലിച്ചിട്ട് 2 കാലും കൈയും പൊട്ടി ഒലിച്ചിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ 16 ദിവസം അഡ്മിറ്റ് ചെയ്ത് 36,000 രൂപ മുടക്കിയിട്ടും മെഡിക്കൽ സയൻസിന് കണ്ടെത്താൻ പറ്റാതിരുന്ന അസുഖത്തിന് അവർ ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരേ ഒരു ഫിസിഷ്യൻ, പെരുമ്പാവൂരത്തെ ഏറ്റവും നല്ലൊരു ഫിസിഷ്യൻ, അദ്ദേഹം പറഞ്ഞത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് തോന്നുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ കാലിനെ കുറിച്ച് അന്ന് ഞാൻ വിളിച്ചു വന്ന അതേ സീനിയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ കൈമേ ഒന്ന് വാട്ടർ എൻജിപ്പാട് കാലിൽ ഒന്ന് ചുറ്റി കൊടുത്തു നോക്കി അതൊരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസം തോന്നില്ല. എങ്കിലും ശരി, അമ്മയ്ക്ക് രാത്രി കിടക്കുമ്പോൾ 2 തറവണ വെച്ച് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ കാല് പൊക്കി വെച്ചുകൊണ്ടാണ് എന്റെ അമ്മയെ കിടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അന്ന് വൈകുന്നേരം അമ്മ കിടക്കാൻ നേരത്തെ ഈ വാട്ടർ എൻജിപ്പാട് കാലയിൽ ചുറ്റി വയ്ക്കാനായിട്ട് ചെന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ ഇത് ചുറ്റി കഴിഞ്ഞതൊക്കെ ചെലാവൂലേ, ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നീട് പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ, പ്ലാസ്റ്റിക് പൊളിത്തീൻ പേപ്പർ വെച്ച് കെട്ടി അമ്മയുടെ കാലയിൽ ആദ്യത്തെ കാലുമേ അന്ന് ഒരെണ്ണേ ഒരു വാട്ടർ എൻജിപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാലയിൽ വച്ച് കെട്ടി ഒരു 3 ദിവസമായപ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അതേ സമയത്ത് അന്നത്തെ സീനിയറോട് പറഞ്ഞു മറ്റൊരു വാട്ടർ എൻജിപ്പാടുകളും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് 2 കാലിലും മാറി മാറി കെട്ടി ഒരാഴ്ച കൊണ്ട് ഒലിച്ചു വന്ന വെള്ളം വരെ ആ ജലമൊഴുകുന്നു നിന്ന് അതനുസരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് കയ്യിലേക്ക് മാറി കെട്ടി 2 ആഴ്ച തികയുന്നതിന് മുമ്പ് പൂർണ്ണമായ തോതിലും അമ്മയുടെ പൊട്ടലും കാര്യങ്ങളും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതെല്ലാം ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ആ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ തരുന്ന മാറ്റങ്ങളാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരും ഒരു സംശയത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതിനപ്പുറത്തൊക്കെ മറ്റു പലതും പറയാനുണ്ടെങ്കിലും നിങ്ങളാരും ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ സംശയത്തോടെ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ 58-കാരനായി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് നല്ലൊരു മനസ്സുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു മനസ്സുണ്ട്. മറ്റൊന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഈ ബയോട്ടോറിയം എന്താണ് മാഡം കസ്റ്റഡിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നത് മാഡം ഓർത്ത് ഈ പ്രായം പറഞ്ഞപ്പോ വീണ്ടും ചോദിക്കുകയാണ്. എന്റെ ഈ തലമുടി ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തല കുനിക്കേണ്ടി വരും. എന്റെ ഈ ഭാഗം ഒന്നും മുടി ഉണ്ടായിരുന്നില്ല. മൊത്തമായി ആ ഫോട്ടോ ഇവിടെ ഉണ്ട്, പഴയ ഗ്രൂപ്പിലേക്ക് എന്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങി, അത് വിട്ടുപോയൊരു കാര്യമാണ്. കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ആലാട്ടുകാർ എന്റെ വീട്ടിൽ ആലാട്ടുകാർ എന്ന സ്ഥലത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ് മുടി വെട്ടുന്നത്. ഒരിടയ്ക്ക് ഞാൻ അവിടെ ചെന്ന് മുടി വെട്ടാനിരുന്നപ്പോ ആ പയ്യൻ എന്നോട് ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും തലമുടിക്ക് എന്തെങ്കിലും മരുന്നൊക്കെ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇല്ല, എന്താ പറ്റിയെന്ന് വെച്ചു, എന്താ കാര്യം വെച്ചപ്പോൾ ചേട്ടാ കുറെ മുടി ആയിട്ടേക്കാം, വെട്ടുന്നവനറിയാലോ കുറെ മുടി ആദ്യം കൂടുതൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ബാഗിൽ കണ്ടത്. നമ്മളിപ്പോ മുടിയൊന്നും ഉണ്ടാക്കി പ്രത്യേകിച്ച് പ്രയാണമൊന്നുമില്ല. ഈ 58-ാം വയസ്സിൽ വിചാരിച്ച് 55 വയസ്സിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ്. ഇപ്പോഴത് പുറകിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ കഷണ്ടിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് പില്ലോ പാഡ് ഉപയോഗിക്കുന്നത് കൊണ്ടും വെള്ളം കുടിക്കുന്നതും കൊണ്ടും നമ്മുടെ ഈ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. 37 ലക്ഷം കോടിയിലധികം വരുന്ന കോശങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. തലയിൽ ഒരു 30 കോടിയിലധികം വരുന്ന ന്യൂട്രോൺസിന്റെ നമ്മുടെ തലച്ചോറിന്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നമ്മൾ വെള്ളം കുടിക്കാൻ തയ്യാറാവണം. പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനോടായിക്കോട്ടെ, പുതിയതായിട്ട് ഒന്നൊരു ആൾക്കൂടെ പറയട്ടെ, റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല, ആ വ്യക്തി കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അത് ഞങ്ങൾ ആദ്യം കുറച്ചു ദിവസമൊക്കെ ഇട്ടു, ഞാൻ കൊടുത്തതല്ല വേറൊരാൾ കൊടുത്തതാണ്, ഞങ്ങൾ കുറച്ചു ദിവസമൊക്കെ ഇട്ട് കിടന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവർ കാണിച്ചത് ആ ബെർത്തിന്റെ മുകളിലിരിക്കുക, ബെർത്തിന്റെ മുകളിൽ ഇരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ? ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ കൃത്യമായ സയൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ജോഷി സാർ അതിനെ കുറിച്ച് പറഞ്ഞു തരും. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. റീജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ കോശങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മാറുന്നത്.
അതേപോലെ ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ ഇതുപോലെ സുന്ദരിമാരായി ഈ പ്രായമുള്ളവർക്കൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ്. അതായത് നമുക്ക് പറയുമ്പോൾ നിങ്ങൾ ചിലത് അതിശോക്തിയായിട്ട് കാണും, നിങ്ങൾക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് നിങ്ങൾ തോന്നിയേക്കാം. പക്ഷെ അതൊന്നുമല്ല. ഈ പ്രൊഡക്റ്റ് സത്യസന്ധമായ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിന്റെ സയൻസ് അത്രയും വലുതാണ്. ആ പ്രൊഡക്റ്റ് കൃത്യമായി ഉപയോഗിക്കാൻ വെള്ളം കുടിക്കാൻ തയ്യാറാണ് എങ്കിൽ അത് സയൻസ് ആണ്. മറ്റാൾക്ക് തിരക്കിക്കാൻ മാറ്റാൻ കഴിയുന്ന കാര്യമല്ല. എത്ര മനസ്സ് നമുക്ക് ആർക്കും സാധിക്കില്ല. കാരണം നമ്മൾ ചെരുപ്പിടാതെ നമ്മൾ ഭൂമിയിൽ നടക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. ഒരു വ്യക്തി പോലും ഇന്ന് എത്ര പേരുടെ മണ്ണിൽ ചവിട്ടി നടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ വിറ്റടിക്കാൻ നേരത്തെ ഇത്തിരി ഇറങ്ങുന്നുണ്ടോ സാറ് കുറച്ച് നമ്മുടെ സന്തോഷം. നമ്മൾ നടന്നതായിരിക്കും. കൃഷിപ്പണിയിലൊക്കെ നമ്മൾ ഭൂമിയിൽ നമ്മൾ മണ്ണിൽ ചവിട്ടി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടുമായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നുണയല്ല. ഈ പ്രൊഡക്റ്റ് അത്രയ്ക്കും വലിയൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്ന് പ്രൊഡക്റ്റ് മേടിച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് പുതിയതായി കടന്നു വന്നവർ ഈ പ്രൊഡക്റ്റ് ഒന്ന് മേടിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത്രത്തോളം സയന്റിഫിക്കലി പ്രൂവൺ. ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാരും കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിയും നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന ആരോഗ്യ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഈ പ്രോഡക്റ്റിലാണ് കിടക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആരോഗ്യമന്ത്രി വീണ ജോർജ് 2 നേരം ഇൻഹേലർ അടിച്ച് ജീവിക്കുന്നവരെന്നൊരു ഇൻഹേലർ ഇല്ലാതെ ശ്വാസം മുട്ടില്ലാതെ കഴിഞ്ഞു പോകുന്നത് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്ര നേരം സംസാരിച്ചതിന്റെ കാരണം എന്താണ്? 1 മിനിറ്റ് തേച്ച് നിൽക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. ഏകദേശം 15-20 മിനിറ്റ് ഇപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടാവും. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു മരുന്നും കഴിക്കാതെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 2 തവണ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് യാതൊരു മരുന്നും കഴിക്കാതെ ഈ പ്രൊഡക്റ്റിന്റെ സയൻസ് ആണ് എന്റെ 1.1 എന്ന ഈ പറയുന്ന ബേസിക് ആയിട്ട് ഏറ്റവും നോർമലായ ക്രിയാറ്റിനും ബിപിയും കൺട്രോൾ ചെയ്തു പോകുന്നത്. അത് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നുണയല്ല എന്ന് നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കൂ, ഉപയോഗിക്കൂ. അതോടൊപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ മറ്റുള്ളവർ പറയാൻ തയ്യാറായ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. കാരണം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ള എന്റെ ഒരു ചെറിയ 2 വീലർ ഇലക്ട്രിക് 2 വീലറാണ്. അത് ഈ ബയോട്ടോറിയത്തിൽ പണം കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു. ഇത്ര നേരച്ച് കൂടുതൽ സമയം എടുത്തു. അതിന് ലീഡേഴ്സിനോട് ക്ഷമിക്കുക. എങ്കിലും പുതിയതായി വന്നോളൂ ചിലപ്പോൾ അവർക്ക് പ്രയോജനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷമാണ്. താങ്ക് യു.